സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണോ? അതെ, വളരെ ബുദ്ധിമുട്ടിലാണ് ഞാൻ. കഞ്ഞി പിടിക്കാൻ പോലും വകുപ്പില്ലാണ്ട് ഇങ്ങനെ കൊണ്ടുവന്നതാണ് ഞാൻ. മറ്റു തീവ്രവാദികളെ പോലെ തട്ടിക്കൊണ്ട് വന്നിട്ടിട്ട് പീഡിപ്പിക്കല്ല. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഉപ്പുമുളകൻ ലൈറ്റിനെ കുറിച്ച് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഈ പറയുന്ന നന്ദനയും സ്വന്തം ഭർത്താവുമായിരുന്നു കൊണ്ട് ഒരു വീഡിയോ ഇട്ടു. അതിനകത്ത് അവർ പറയുന്നുണ്ട്, യൂട്യൂബിന്റെ വരുമാനം വന്നില്ല, അക്കൗണ്ട് മാറിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ടെൻഷൻ അടിച്ചു പോയി, ഭയങ്കര സങ്കടപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ഇട്ടു. അതിനുശേഷം പിന്നീട് നന്ദനയുടെ അമ്മയും അച്ഛനുമായിട്ടൊരു വീഡിയോ ഇടുന്നു. വെറുതെ ഒരു ആവശ്യമില്ലാതെ അതിൽ കയറി പിടിച്ചുകൊണ്ട്, കണ്ടില്ലേ അവരിപ്പം ചെന്ന് 1 മാസം മാത്രമല്ലേ ആയിട്ടുള്ളൂ, അതിനു മുമ്പ് ഇത്രയും കഷ്ടപ്പാടോ, ഇങ്ങനെ തന്നെ വേണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോകുന്നവർക്ക് ഇതായിരിക്കും ഗതി എന്നുള്ള രീതിയിൽ ഇവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെ വിമർശിച്ചുകൊണ്ട് തന്നെ നമ്മളൊരു വീഡിയോ ഇട്ടു. ഇപ്പോ കുറച്ചു മുമ്പ് ഈ നന്ദനയുടെ പിന്നീട് യൂട്യൂബിനകത്ത് അവരൊരു Q&A ഇട്ടിട്ടുണ്ട്. അതായത് എന്താണ്, കുറെ ക്വസ്റ്റ്യൻസ് അതിന് മറുപടി ആയിട്ടിട്ടുണ്ട്. അതിനിടയിൽ ഒരാൾ ചോദിച്ചു, ഈ ഒരു വിഷയം ചോദിച്ചു. ആ ചോദിച്ചതിന് ഇവര് കൊടുക്കുന്ന മറുപടി ഉണ്ട്. അതിനകത്ത് കുറച്ച് മറുപടി ഉണ്ട്, കുറച്ച് ചിരിക്കാനുള്ള മറുപടി ഉണ്ട്. അതിനകത്ത് ഭർത്താവ് പറയുന്നുണ്ട്, നന്ദനയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, ഞാനൊരു തീവ്രവാദിയല്ല, കൊണ്ടിട്ട് പീഡിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് പിന്നീട് ഈ മറുപടി കേൾക്കാം. അതിനു മുമ്പ് ഈ അമ്മ എന്താണ് പറഞ്ഞത് അറിയാത്തവർക്കായിട്ട് വേണമെങ്കിൽ അതിനൊരു ചെറിയ ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം. കല്യാണം കഴിഞ്ഞ് 1 മാസം ആകുമ്പോഴേക്കും നമ്മൾ കാശ് കിട്ടാണ്ടാകുമ്പോഴേക്കും ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ഇത്രയും വർഷം. ഇതാണ് അമ്മ പറഞ്ഞത്. അതിന് ഇവര് കൊടുത്ത മറുപടി എന്താണെന്ന് കൂടി നമുക്ക് കേൾക്കാം. ഓക്കെ. അമ്മയുടെ വീഡിയോയിൽ പറഞ്ഞത് എന്താ മറുപടി? നിങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണോ? അതെ, വളരെ ബുദ്ധിമുട്ടിലാണ് ഞാൻ. കഞ്ഞി പിടിക്കാൻ പോലും വകുപ്പില്ലാണ്ട് ഇങ്ങനെ കൊണ്ടുവന്നതാണ് ഞാൻ. നിങ്ങൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കഞ്ഞി കുടിക്കാനും കൂടി വകയില്ലാതെ കിടക്കുകയാണ് എന്നാ പറയുന്നത്. അതൊക്കെ താങ്ങുന്നത് അമ്മയ്ക്ക് തന്നെയാണ്. അടുത്ത് പറയാന്ന് വെച്ചാ നമ്മള് ആ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട്, നമ്മള് ബുദ്ധിമുട്ടിന്ന് പറഞ്ഞാൽ നമ്മൾ സമ്പാദിച്ച ഒരു കാശ് വരാണ്ടായിട്ടൊരു ടെൻഷൻ, നമ്മൾ മറ്റുള്ള അക്കൗണ്ടിലേക്ക് പോവോ, അതോ ഇത്രയും നമ്മൾ സമ്പാദിച്ച ഒരു കഷ്ടപ്പെട്ട് തന്നെ വീഡിയോ ഉണ്ടാക്കുന്ന കാശ് പോവോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു കേട്ടോ. അല്ലാതെ നമുക്ക് ജീവിക്കാൻ മാറില്ല എന്നല്ല പറഞ്ഞ്. ആ സമയത്ത് ഞങ്ങളുടെ വീഡിയോസ് കണ്ടാൽ അറിയാം നമ്മളെ അത്രയും കാശ് ഇല്ലാണ്ട് ഇരിക്കുന്നില്ല, നമ്മള് പുറത്തു പോകുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞത് എന്റെ ഒരു ഐഫോൺ മേടിക്കണ ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത്. അത് എന്റെ കാശ് കൊണ്ട് തന്നെ മേടിക്കണമെന്ന് എനിക്ക് പണ്ട് തൊട്ടുള്ള ആഗ്രഹമാണ്. അപ്പോ പുള്ളി പിന്നെ നന്ദു പറയുന്നത് മറ്റൊന്നുമല്ല, എനിക്ക് എന്റെ കാശ് കൊണ്ട് തന്നെ ഒരു ഐഫോൺ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ലാതെ നമ്മളിവിടെ ബുദ്ധിമുട്ടിയൊന്നും അല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ പുറത്തു പോകുന്നുണ്ട്, ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് എന്നുള്ള രീതിയിൽ നന്ദന പറയുന്നുണ്ട്. ബാക്കി കേൾക്കാം. ആരും മേടിച്ചതൊന്നും എനിക്കില്ല, ഞാൻ എന്നെ മേടിച്ചതുണ്ടായിരുന്നു. ആ ഒരു കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ നമുക്ക് കാശിന് ഇതുവരെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല, ഇനി വരുമോന്നും അറിയില്ല. ഇനി ഇപ്പൊ ഏതൊരു കോടീശ്വരന്മാരും ഒറ്റ നിമിഷം മതി ഇല്ലാണ്ടാവാൻ. ഇപ്പൊ ബുദ്ധിമുട്ടില്ല. ഇപ്പൊ ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ അതനുസരിച്ച് നോക്കും, അതൊക്കെ ഞങ്ങൾ തന്നെ മാനേജ് ചെയ്തു. നമ്മളതില് കാശിന് ബുദ്ധിമുട്ട് വന്നല്ല പറഞ്ഞ്, നമുക്ക് വേറെ ആളെ കാശ് വരാണ്ടായപ്പോ നമുക്കൊരു ടെൻഷനും ആ സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. അതുണ്ടാവുമല്ലോ. അതായത് ഇതുവരെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല, ഇതുവരെയൊക്കെ ക്യാഷിന് വരാനായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. ഇനി അതാ പക്ഷെ ബുദ്ധിമുട്ട് വന്നാലും അത് നമ്മളെ മാനേജ് ചെയ്തോളാം, നിങ്ങൾ ആരും അതിൽ വേവലാതിപ്പെടണ്ട എന്നൊരു ഇന്റർ മീനിങ് ആണ് അതിനകത്തുള്ളത്. വളരെ നല്ല കാര്യം. യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു വരുമാന മാർഗമാണ്, ജോലിയാണ്, കുഞ്ഞിന്റെ ജോലിയാണ്. ആ ജോലിക്ക് നമ്മ സാലറി കിട്ടിയിട്ടില്ല. ആ സാലറി കിട്ടാണ്ടാവുമ്പോ നമ്മ ഓൾറെഡി ഇപ്പൊ ഞാൻ വർക്ക് എടുത്തിട്ട് എനിക്ക് വർക്കിന്റെ പൈസ തന്നിട്ടില്ല. അപ്പൊ ഞാനത് അന്വേഷിക്കും, എന്താണ് കിട്ടാത്തത്, എന്താ കാരണം അന്വേഷിക്കും. അത് 10,000 ആയിക്കോട്ടെ, 20,000 ആയിക്കോട്ടെ, ലക്ഷങ്ങളായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് നമ്മളെ ഉത്തരവാദിത്തമാണ്. നമ്മ ഇത്ര ഹാർഡ് വർക്ക് ചെയ്ത് ഇത്രയും ഇപ്പൊ എഡിറ്റിംഗ് ആണെങ്കിലും എന്താണെങ്കിലും അതിനുവേണ്ടി നമ്മൾ ടൈം മാറ്റി വെച്ചിട്ട് ചെയ്യണ കാര്യങ്ങളാണ് എല്ലാം. ഏത് ചെറിയ ജോലിക്കും അതിൻ്റെതായ ഒരു മഹത്വമുണ്ട്, എന്ത് ജോലിക്കും. അപ്പൊ അതിന്റെ കാശ് കിട്ടിയില്ലെങ്കിൽ നമ്മ അത് ചോദിച്ചതാണ്, നമ്മ അതിനെ
എന്തോരം പേര് നമ്മളെ സഹായിച്ച്, ഒരുപാട് പേര് ഇതാണ് അവര് പറയുന്നത്. ഇത് തന്നെയാണ് ഞാൻ ഇന്നലെ വീഡിയോ പറയുന്നത്. നമ്മൾ എത്ര രൂപ ആയാലും 1 രൂപ ആയാലും നമ്മൾ പിന്നീട് സമ്പാദിച്ച് നമ്മുടെ പ്രയത്നിച്ചുണ്ടാക്കുന്ന ക്യാഷ് നമ്മുടെ കയ്യിലല്ല, നമ്മുടെ തെറ്റിദ്ധാരണ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്, നമ്മുടെ അശ്രദ്ധ കൊണ്ട് മറ്റൊരിടത്തേക്ക് മാറിപ്പോകുമ്പോൾ ആ ടെൻഷനാണ് അവിടെ കാണിച്ചത്. ഇതൊന്നുമില്ല, എടുത്ത് പറയാനും കൂടി ഇതുമില്ല. അതിനെ ഒരു സംഭവമാക്കിയിട്ട് കണ്ടോ അവരവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടോ, എന്നെ അച്ഛനും അമ്മയും പറഞ്ഞത് കേൾക്കാതെ പോയത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, ഇപ്പോഴേ ഇങ്ങനെയാണ്, ഇനി അങ്ങോട്ട് എങ്ങനെ പോകും എന്നൊക്കെ പറയേണ്ട ഒരു അമ്മ, പ്രത്യേകിച്ച് ഒരു അമ്മ അങ്ങനെ പറഞ്ഞത് തെറ്റ് തന്നെയാണ്. നമ്മളൊരു കാശില്ലാതെ നമ്മൾ ബുദ്ധിമുട്ടിയിട്ടില്ല ഇതുവരെ. ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന് ഇതുവരെ എനിക്ക് കാശില്ലാതെ ഒരു ബുദ്ധിമുട്ടേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇനി വരികയാണെങ്കിൽ ഞങ്ങൾ തന്നെ സോൾവ് ചെയ്ത് അതിനെ കൊണ്ടു അല്ലെ, അത്രയുള്ളൂ മറുപടി. അല്ലാതെ വേറെ ഇതൊന്നും എനിക്ക് ഇഷ്യൂസ് ആക്കി എടുത്തിടേണ്ട ഒരു ആവശ്യമായിട്ട് എനിക്ക് തോന്നിയില്ല. പറഞ്ഞത് എന്താ അർത്ഥം ഒന്നും മനസ്സിലാക്കാതെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മ പറയണ കാര്യങ്ങള് പറഞ്ഞത് വേറെ, മനസ്സിലാക്കണവരുണ്ട്. നമ്മള് പറഞ്ഞത് വേറെ, വീഡിയോസിൽ പറഞ്ഞത് വീഡിയോസിലല്ല, എന്റെ അമ്മയുടെ വീഡിയോയിൽ പറഞ്ഞത് വേറെ കാര്യം. അത് വേറെ ചിന്തിച്ച് ഞാൻ കൊണ്ടുവന്നേക്കണത് മറ്റു തീവ്രവാദികളെ പോലെ തട്ടിക്കൊണ്ട് വന്നിട്ടിട്ട് പീഡിപ്പിക്കല്ല. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് താലി കെട്ടിന്റെ ഭാര്യയാണ്. അപ്പൊ ആളെ ഞാൻ നോക്കാണ്ടിരിക്കണതൊക്കെ എന്റെ ഉത്തരവാദിത്താണ്. അപ്പൊ അതിങ്ങനെ വീട്ടിൽ തന്നെ പറയാണ്ട് വെച്ചാൽ ആവശ്യമില്ല. കല്യാണം നമുക്ക് ഉറപ്പിച്ചത് തന്നെയാണ്. ഉറപ്പിച്ചതാണ്. അപ്പൊ ഒട്ടും കഴിവില്ലാത്തടത്ത് കാര്യം മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കില്ല. അതന്നെ. ഇപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ കാശിന്. അതന്നെ, ഇനി വരുമ്പോ പറയാം. ഓക്കെ, ഇതിനകത്ത് ഇവിടെയാണ് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു സംഭവം പറഞ്ഞത്. ആദ്യത്തെ വാലിഡ് ആയിട്ടുള്ള സംഭവം ഈ നന്ദന പറയുന്ന ഒരു കേസുണ്ട്. നമ്മള് ഈ പറഞ്ഞ പോലെ ആരും അറിയാതെ ഒളിച്ചോടി പോയതല്ല, നിങ്ങള് തന്നെ കണ്ടെത്തി കെട്ടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ഒരു പയ്യന്റെ കൂട്ടത്താണ് ഞാൻ ഇറങ്ങിപ്പോയത്. അപ്പോ ആ പയ്യന് ഈ പെണ്ണിനെ പോറ്റാനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷമാണല്ലോ നിങ്ങൾ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ചത്. നിങ്ങൾ ഈ മാരേജ് ഒക്കെ റെഡിയാക്കി ഇവന് അതിനുള്ള കഴിവുണ്ടെന്ന് അറിഞ്ഞിട്ടാണല്ലോ. അപ്പൊ അതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ മറുപടി എന്താണ് അവർ പറയാൻ പോകുന്നത്? അതിന് നമ്മൾ കെട്ടിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ അവന് കുറച്ചും കൂടി സാമ്പത്തികം ഉണ്ടായേനെ. നമ്മളെ പിണക്കി എന്ത് ചെയ്തു, നമ്മളോടൊത്ത് ധിക്കരിച്ചു കൊണ്ടുപോയത് കൊണ്ട് നിങ്ങൾക്ക് ഒരു സാമ്പത്തികവും ഉണ്ടാവില്ല, നിങ്ങൾ തൊലഞ്ഞു പോകും എന്നുള്ള രീതിയാണോ പറഞ്ഞത് എന്നുള്ളതാണ് നന്ദന ചോദിക്കുക. അതിന്റെ കൂടെ നന്ദനയുടെ ഹസ്ബൻഡ് പറയുന്ന മറ്റൊരു കേസ്, ഞാനൊരു തീവ്രവാദിയല്ല. നന്ദനയുടെ അമ്മയ്ക്കുള്ള മറുപടിയാണ്, ഞാനൊരു തീവ്രവാദിയല്ല, അവളെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇവിടെ കൊണ്ടിട്ട് പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തീവ്രവാദിയല്ല, ഞാൻ മാന്യമായിട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന എന്റെ ഭാര്യയാണ്, അവളെ പോറ്റാൻ എനിക്കറിയാം, അതിൽ ആരുടെയും ഔദാര്യം എനിക്ക് ആവശ്യമില്ല എന്നാണ് പറയാതെ പറയുന്നത്. മനസ്സിലായോ? എന്തായാലും ഈ വടി കൊടുത്തടി വാങ്ങുക എന്ന് പറഞ്ഞുള്ള ഒരു രീതിയിലാണ് സത്യം പറഞ്ഞാൽ നന്ദനയുടെ അച്ഛനും അമ്മയ്ക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇന്നലത്തെ വീഡിയോയിലെ പറഞ്ഞു, ഒരു ആവശ്യവും ഇല്ലാതെ വളരെ എന്താ പറയുക, ഒരു മോശമായിട്ടുള്ള ഒരു പരിപാടി ആയിപ്പോയി അത്. ഒരു അമ്മ പോലും, അതായത് ഇവരുടെ വീഡിയോയിൽ നിന്നൊക്കെ എന്തെങ്കിലും ഇത്രയും കാലമായി ഒരു 3-4 മാസം ആയെന്ന് തോന്നുന്നല്ലേ ഇവരുടെ മാരേജ് കഴിഞ്ഞിട്ട്. അപ്പൊ ഇത്രയും കാലമായിട്ട് കുറ്റം പറയാൻ എനിക്കൊരു അവസരവും കിട്ടുന്നില്ല. ഇപ്പൊ എന്താ ഒരു ചെറുതായിട്ട് കുറ്റം പറയാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും അതിനെ എടുത്തിട്ട് എന്ത് ചെയ്യും, ആൾക്കാരുടെ മുമ്പിൽ അവളെ നാട്ടിക്കാം. ഞാൻ പറഞ്ഞതായിരുന്നു ശരി, കണ്ടോ എന്നെ ധിക്കരിച്ചു പോയപ്പോ അതിനുശേഷം അവള് കടന്ന് അനുഭവിക്കുന്നത് കണ്ടോ എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു മനസ്സുഖം, അത് എന്ത് അമ്മയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഒരു സ്വന്തം മകള് ഈ പറഞ്ഞ കഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ എന്ത് മനസ്സുഖമാണ്, അതിൽ നിന്ന് എത്രയും സാഡിസ്റ്റ് ആണോ താങ്കൾ എന്ന് ചിന്തിച്ചു പോകുന്നു. അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ. അവരെന്തായാലും ഇതുവരെ അവർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഒരു ഹസ്ബൻഡ് എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യുന്നു, ഭാര്യയെ അവൻ ചെലവ് കൊടുത്ത് തന്നെയാണ് വളർത്തുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നു, അവർ കഴിഞ്ഞു പോകുന്നത്. അവർക്ക് ഇപ്പോഴും വേറെ വിഷയങ്ങൾ, ഇനി ഭാവിയിൽ എന്തെങ്കിലും വിഷയം വരുമോ ഇല്ലെന്ന് നമ്മള് ഈ പറഞ്ഞതുപോലെ പിന്നെ ദൈവം ഒന്നുമല്ലല്ലോ. നമ്മുടെ ഭാവിയിൽ എനിക്കിപ്പം ഈ പറയുന്ന നാളെ ഭാവിയിൽ എന്ത് സംഭവിക്കും അറിയാം, ഈ പറഞ്ഞ കുറ്റപ്പെടുത്തിയവർക്ക് നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഇപ്പൊ തൽക്കാലം അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. അതാ പക്ഷെ എന്തെങ്കിലും ക്യാഷിന് ബുദ്ധിമുട്ടുന്നത് അവർ തന്നെ മാനേജ് ചെയ്തിട്ടും ആരുടെ ഔദാര്യം വേണ്ട. ഇനി അതിനപ്പുറം ഇനി ഇവരൊക്കെ ഇപ്പൊ സുഖിച്ചു, നാളെ ഇവർ ജീവിതകാലം മൊത്തം സുഖിച്ചു പോകുന്നോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ആരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ എപ്പോഴും വേണേ എന്ത് വേണം സംഭവിക്കാം. എന്തായാലും ചുട്ട മറുപടിയാണ് ഈ പറയുന്ന അമ്മയ്ക്കും അച്ഛനും കൊടുത്തിട്ടുള്ളത്. അത് എന്തായാലും നന്നായി പോയി. ആ ഒരു മറുപടിയുടെ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും വടി കൊടുത്ത് അടി വാങ്ങിച്ച പോലെ ആയിരിക്കുന്നു ആ ഫാമിലി. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.